കൂടുതൽ ഇറച്ചി തിന്ന് ഇപ്പോൾ നമ്മുടെ തലമുറയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇറച്ചി മേടിച്ച് 2 കിലോ കോഴി നമ്മൾ വേണ്ടെങ്കിലും 2 കിലോ കോഴി 4 ആൾക്ക് തിന്നാൻ, 2 ആൾക്കോ 4 ആൾക്കോ തിന്നാൻ ബാധ്യസ്ഥരാണ്. അത് അവർക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് അവരും രോഗികൾ. അതുവരെ അവർ ആരോഗ്യവാന്മാരോട് ജീവിച്ചത്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മുട്ട, എല്ലാ ദിവസവും മുട്ട കഴിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ദേഹം അനങ്ങാണ്ടിരുന്ന് മുട്ട തിന്നുമ്പോൾ അതൊക്കെ കഫമായിട്ട് മാറുകയാണ് ചെയ്യണത്. ഒരാൾക്ക് ഒരു ദിവസം കഴിക്കേണ്ട മുട്ട 4-1 മുട്ടയാണ്. അത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. നമുക്ക് അതിൻ്റെ വെള്ളയും കളയണ്ട, ഉണ്ണിയും കളയണ്ട, കഴിക്കാം. നമ്മൾ അനങ്ങാണ്ടിരുന്ന് തിന്നാണ്. എന്നിട്ട് ഇതൊക്കെ തിന്നോ നല്ലത്, അതെല്ലാം നല്ലത് തന്നെ. പക്ഷേ അതിനനുസരിച്ച് എന്നിട്ട് ജിമ്മിൽ പോയിട്ട് നമ്മൾ മുട്ട തിന്ന് ആ ശരീരത്തിൽ അത് കളയാനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് ജീവിക്കണം. എന്ത് വിരോധാഭാസമാണിത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഫമുണ്ടായാലും കഫക്കെട്ട്, പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ കഫക്കെട്ടില്ല. അവർ നല്ല ആരോഗ്യവാന്മാരായിട്ട് ജീവിച്ചിരുന്നു. കാരണം എന്താ, അന്നൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാവരും ഈ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ 2 ഇതുണ്ടാവും, മൂക്കിൽ നിന്ന് കഫ ഒലിച്ച് പോയിട്ട്. കുട്ടികൾക്ക് എന്നും സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളായിട്ട് എന്നും ടവൽ കൊടുത്തയക്കും. ആ ടവൽ ഇവിടെ കുത്തി വയ്ക്കണം. കാരണം എപ്പോഴാണ് ഇത് ഒഴിച്ചു വരാമെന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് ഏതെങ്കിലും മക്കൾക്ക് അങ്ങനെ പോകുന്നുണ്ടോ? നമ്മൾ പനി വരാൻ പോകുമ്പോഴേക്കും കൊണ്ടുപോയിട്ട് മരുന്ന് കഴിച്ച് അതിനെ കടിച്ചമർത്തല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ കണ്ണൊക്കെ പീള കെട്ടി കണ്ണ് തുറക്കാൻ പറ്റണ്ട. സ്കൂളിലൊക്കെ പോകുമ്പോൾ കാണാം കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാണ്ടാവും. എന്നിട്ട് വലിയ വെള്ളം തിളപ്പിച്ച് അതിൽ വെച്ച് കണ്ണ് തുറന്നൊക്കെയാണ് കണ്ണൊക്കെ തുറന്നു വരിക. ഇന്നിപ്പോൾ അങ്ങനെ കണ്ണിക്കൂടെ ചെവി പൊട്ടി ഒലിച്ച്, അതുപോലെ തന്നെ ഛർദിച്ച്, വയറിളകി, ചൊറിയൊക്കെ പണ്ട് കാലത്തൊക്കെ ചൊറിയൊക്കെ വന്നായിരുന്നു. ചൊറി ഒക്കെ അറപ്പാണ്. പക്ഷെ ഏതെങ്കിലും പ്രാണശക്തി നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളിലൂടെയും ഈ എക്സസ് വരുന്ന കഫത്തെ പുറന്തള്ളാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ നാശമായിട്ട് കണക്കാക്കി അതിനെയൊക്കെ അറപ്പായിട്ടും അതൊന്നും ഇല്ലാണ്ടിരിക്കുന്നതാണ് ആരോഗ്യം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തപ്പോൾ അതിനെയൊക്കെ അടിച്ചമർത്തി പനി വരാൻ പോകുമ്പോഴേക്കും നമ്മൾ മരുന്ന് കഴിച്ച് കുട്ടികളെ ആയാലും വലിയ ലീവ് എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതെല്ലാം അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പുറത്തേക്ക് പോകേണ്ട സാധനങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ അടിച്ചമർത്തി വെച്ച് അത് ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാണ്ടായി അവിടെ വേദന വന്നു, അവിടെ രോഗം വന്നു. ഓരോ അവയവങ്ങളും കൃത്യമായിട്ട് ഇപ്പോൾ ഹാർട്ടിലേക്കുള്ള പമ്പിങ് പറയുമ്പോൾ അറ്റാക്ക് വരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രഷറൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയും കഫം തിങ്ങി നിറഞ്ഞു നിന്നിട്ട് ഈ ബ്ലഡിനെ എല്ലായിടത്തേക്കും പമ്പ് ചെയ്യാനായിട്ട് പറ്റണില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരം കുറച്ചും കൂടി പ്രഷർ കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബ്ലഡിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്ന ഹൈ പ്രഷർ. അപ്പോൾ ഈ കഫക്കെട്ടാണ് ഇന്ന് ഏറ്റവും വലിയ രോഗം. കഫ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഈ രോഗങ്ങൾ മാറും. അതിനുള്ള പ്രതിവിധികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ കൊണ്ട് ഇംഗ്ലീഷ് ക്യാൻസർ രോഗികളൊന്ന് പോയി നോക്കും നിങ്ങൾ, അപ്പം മനസ്സിലാവും അവരെന്താ അനുഭവിക്കണേ എന്നുള്ളത്. എൻ്റെ മനസ്സത്ര വേദനിച്ചിട്ടാണ് എൻ്റെ അനിയത്തി മരിച്ചത്. കഫം നിറഞ്ഞിട്ടായിരുന്നു. കഫം ഇങ്ങനെ തോണ്ടി കഫം പോകാൻ പോകണ്ടായില്ല. കീമോ റേഡിയേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കഫമൊക്കെ ഇതില്ല, എന്താ ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞിട്ട് ഈ ഉമിനീരില്ല, വായലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉമിനീരില്ലാണ്ട് വായന്ന് കഫം തോണ്ടി എടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അവസാനം വരെ ഈ കഫക്കെട്ട് മാത്രമായിരുന്നു. കാരണം അസുഖം വരുമ്പോൾ അധികം പ്രോട്ടീൻ പൗഡറും അതുപോലെ തന്നെ പ്രോട്ടീനുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ വീണ്ടും കഫം പെരുകയാണ് ചെയ്യുന്നത്. അതാണ് മരണത്തിൽ വരെ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കഫ ഇളക്കാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുക. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാമെന്ന്.